ഈ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, കോൺഫിസ്കേറ്റ് ചെയ്യുക, ഇതൊക്കെ വളരെ ഡ്രാസ്റ്റിക്കായി ചെയ്യുന്ന പൊളിറ്റിക്കൽ ആക്ഷനാണ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നിന്ന് തിരിയാൻ നിവർത്തിയില്ല, ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ചെയ്ത വളരെ ഫ്രീ ആയിട്ട് 400 സീറ്റ് കിട്ടുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല. അപ്പോൾ അവർക്ക് നല്ല ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, BJP ഒറ്റയ്ക്ക് 272 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിൻ്റെ നമ്പർ ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരിക്കില്ല പ്രധാനമന്ത്രി, ഈവൻ കാൻഡിഡേറ്റ് പോലും. കാൻഡിഡേറ്റ് എന്ന് മാത്രമല്ല, BJPക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ആഭ്യന്തര കലാപമായിരിക്കാം ഒരുപക്ഷെ ആ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും വലിയ വാർത്തയായി മാറാൻ സാധ്യതയുള്ളത്. ഒരു സംശയം. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് ഫ്രീ ആക്കാം. ഇന്നലെയും ഞാൻ ചർച്ച നടക്കുന്നത് നിർമ്മല സീതാരാമനെ കുറിച്ച് അങ്ങ് പറഞ്ഞത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. CPM കേഡറുകൾ പറയുന്നുണ്ട്. ആ പഴയ ടാഗ് ഇപ്പോഴും അങ്ങേക്ക് CPM ചാർത്തി തരുന്നു എന്നാണ് ധാരാളം ആളുകൾ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത്. ഈ സംഘി ലേബൽ എന്ന് പറയുന്ന ടാഗ് ലൈൻ. ഞാൻ ഇന്നലെ KM മുരളീധരനോട് വിദേശ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവേണ്ടി വന്നാൽ ഞാൻ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് നടത്തും എന്നാണ് KM മുരളീധരൻ പറഞ്ഞത്. ഇത് ഈ ചർച്ച കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ അഭിമുഖം കാണുന്ന കാര്യം ഇത് തുടങ്ങി വയ്ക്കുന്നതിന് ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരു പങ്കുണ്ടായിരുന്നല്ലോ. കാരണം രാജ്ഭവനോട് തന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവരോട് അസന്ദിഗ്ധമായി ശ്രീ പ്രേമചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ പറയാനുള്ളത്. ഞാൻ അരുണിനോട് ആദ്യ ചർച്ചയിൽ തന്നെ കൃത്യമായി പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, രാഷ്ട്രീയമായ വ്യക്തിത്വം എന്ന് പറയുന്നത് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എൻ്റെ രക്തം, എൻ്റെ ജീവൻ, എൻ്റെ ചിന്ത, എൻ്റെ വികാരം എന്ന് പറയുന്നത് ഇടതുപക്ഷ വികാരമാണ്. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഞാൻ ഇപ്പോഴും സംസാരിക്കുമ്പോൾ അവരെല്ലാം എന്നെ ലെഫ്റ്റായിട്ട് തന്നെയാണ് എന്നെ മാർക്ക് ചെയ്യുന്നത്, ബ്രാൻഡ് ചെയ്യുന്നത്. എനിക്കതിൽ അഭിമാനമാണ്, സന്തോഷമാണുള്ളത്. ഈവൻ അവിടുത്തെ ലെഫ്റ്റ് MPs പോലും പലപ്പോഴും ഞാനുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ സംസാരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ലെഫ്റ്റിൻ്റെ വീക്ഷണമാണ് എൻ്റെ മുഴുവൻ പ്രസംഗവും. നിങ്ങൾ ഏത് പ്രസംഗം എടുത്താലും മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, വർക്കിംഗ് ക്ലാസ്, ലേബർ, നിങ്ങൾ അരുൺ, നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ റിസർച്ച് നടത്താം. ഇന്ത്യൻ പാർലമെൻറ്റിന് വന്നിട്ടുള്ള മാറ്റം ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ 96-ൽ പാർലമെൻറ്റ് അംഗമാകുമ്പോൾ ഈ തൊഴിലാളിക്കും പാവപ്പെട്ടവനും വേണ്ടി വർത്തമാനം പറയുന്നവനായിരുന്നു സഭയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഏറ്റവും പുരോഗമന വീക്ഷണവും അട്രാക്റ്റീവായിട്ടുള്ള മെമ്പർ. ഇന്ന് അവൻ പിന്തിരിപ്പനാണ്. ഒരിക്കൽ അരുൺ ജെയ്റ്റ്ലി എന്നോട് ചോദിച്ചാണ്, മിസ്റ്റർ പ്രേംചന്ദ്രൻ, നിങ്ങൾ ഇപ്പോഴും ഏത് യുഗത്തിൽ ജീവിക്കുന്നു? പ്രൈവറ്റൈസേഷനെതിരായി ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം അപ്പോൾ ഇന്ന് സ്വകാര്യവൽക്കരണത്തെ എതിർത്താൽ, അതുപോലെ മൂലധന കേന്ദ്രീകരണത്തെ എതിർത്താൽ, ഇത്തരത്തിലുള്ള നയങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാലത്തിനനുസരിച്ച് ആളല്ല, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന നിലയിലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പനായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലേബർ ക്ലാസ്സിന് വേണ്ടി, സെക്കുലർ ക്രെഡൻഷ്യൽസിന് വേണ്ടി പാർലമെൻറ്റിൽ നിരന്തരം പൊരുതുന്നത്. അതുകൊണ്ട് എൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി സെക്കുലറാണ്. അത് സ്യൂഡോ സെക്കുലറിസം അല്ല. അവിടെയാണ് പ്രശ്നം. അവിടെ ഇപ്പം നരേന്ദ്രമോദിയെ കണ്ടു, അദ്ദേഹത്തെ കണ്ടു, വിഷ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്, കണ്ടു, വിഷ് ചെയ്തു, അദ്ദേഹത്തിന് അവിടെയാണ് പ്രശ്നം. ഈ സ്യൂഡോ സെക്കുലറിസവും വേർതിരിക്കണം. എനിക്ക് നല്ല 100% വിശ്വാസമുണ്ട്. എല്ലാവരുമായി സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. പ്യുവർ സെക്കുലർ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ വിചാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അത്തരം ഒരു കാര്യം. അത് ഞാൻ വീണ്ടും കൺവിൻസിംഗ് ആയി ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഈ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ബഹുസ്വര സംസ്കൃതിയുടെ പുനരുജ്ജീവനത്തിനും നിലനിൽപ്പിനും, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും, മതേതര ജനാധിപത്യ ഘടന സംരക്ഷിക്കാനും വേണ്ടി അവസാന ശ്വാസം വരെ മതേതര ചേരിയോടൊപ്പം നിന്ന് മുൻപന്തിയിൽ നിന്ന് പൊരുതുന്ന ഒരു പൊതുപ്രവർത്തകനായിരിക്കും. ജനപ്രതിനിധിയായിരിക്കും ഞാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഉറപ്പാണ് നമ്മുടെ ഈ അഭിമുഖത്തിലെ ഏറ്റവും ഒരു ക്ലാസിക് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ആ ഉറപ്പോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ട്, ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ചൂട് ഒക്കെ അതിജീവിച്ച് ഇത്തവണ ടഫായിരുന്നു എന്ന് എനിക്കറിയാം. എല്ലാ സ്ഥാനാർത്ഥികളും അഭിപ്രായത്തിൽ പറയുന്നത് ഇത്രയും ലോങ് പീരീഡ് മാത്രമല്ല, ചൂടും 38, 39, 41. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവുന്നത് എങ്ങനെയാണ്? യാത്ര വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? അന്ന് വന്നപ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അല്ല, ഞാൻ സത്യത്തിൽ ഇത്രയും ദിവസം നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാൽ ലോങ് പീരീഡാണ്. മാത്രമല്ല നേരിട്ട് സൂര്യൻ അടിക്കുകയല്ലേ. ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചതല്ല. ഇത് എന്തായാലും ഒരു വലിയ അനുഗ്രഹമാണ്. ഒന്നും അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ പോയി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യം. കാരണം ഇത്രയും ഹീറ്റ്, ഇത്രയും ചൂട്
ഇപ്പം നമ്മുടെ ത്വക്കൊക്കെ ഒരു വളരെ നേർമ ഇപ്പൊ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതെ അതെ ഇവിടെയൊക്കെ സൺബൺ പോലെ ഉണ്ട് സൺബേൺ അല്ലത്. അല്ലേ? ഞാനത് ഡോക്ടറെ കാണിച്ചു പരിശോധിച്ചപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് തൊട്ടാൽ എവിടെയെങ്കിലും ഒരു കോണ്ടാക്റ്റിൽ എന്തെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജിക്കാവുന്നു. ഓക്കെ, അപ്പോൾ ഹെൽത്തൊക്കെ സൂക്ഷിക്കുക എന്തായാലും. അപ്പോൾ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശാലമായി നമുക്ക് സംസാരിക്കാം. തീർച്ചയായും. താങ്ക് യു CNK പ്രവീൺ, ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണില്ല, 3 റൗണ്ട് നമ്മൾ പിന്നിട്ടു. താങ്ക് യു സോ മച്ച്.